ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുകയാണ്. അതായത് ഞാൻ മുളക് പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി, വെള്ളം, മാങ്ങ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലോണം പുഴുങ്ങി വെന്ത് വന്നിട്ട് അതിൽ കിടന്ന് ഉടയണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ശർക്കര, തൈര്, തേങ്ങ, ജീരകം അരച്ച് പാരും. അപ്പോൾ അതങ്ങനെപ്പോഴാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റും മണം രുചിയും കിട്ടും. ഓക്കെ, അതിലേക്ക് നമ്മൾ തൈര് ഇട്ടുകൊടുക്കുകയാണ്. തൈര് കട്ട തൈര് ഇട്ടുകൊടുക്കുകയാണ്. പുളിയില്ലാത്ത തൈര്. ഇവിടുത്തെ തൈരിന് പുളി ഉണ്ടാവില്ല, വെറുതെ തന്നെ. ഒരു സ്പൂൺ തൈര്, 2 സ്പൂണ്, എത്ര സ്പൂണാണ് വാങ്ങിച്ചെങ്കിൽ ഇട്ട് കൊടുക്കുക. അതേപോലെ 3 സ്പൂൺ 4 സ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നൊരു കമൻറ്റും സപ്പോർട്ടും സൈക്കിളും ഒക്കെ അടിച്ചു പോയി. അപ്പോൾ 3.5 സ്പൂൺ ഞാൻ തൈര് ഇട്ടിട്ടുണ്ട്. ഞാൻ തേങ്ങയുടെ പൊടിയാണ്, ഇവിടെ തേങ്ങ ചിരകയില്ല, തേങ്ങയുടെ പൊടി കൊടുക്കുകയാണ് അതിലേക്ക്. തേങ്ങയുടെ പൊടി ഇട്ടിട്ടുണ്ട്. എനിക്ക് നുള്ളു ഉപ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് ചതച്ച് ലേശം ഉപ്പ്, എല്ലാതും ഉപ്പ് വേണ്ട, പാകത്തിനുള്ള ഉപ്പ് കൂട്ടി ചതച്ചിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം പാർന്നിട്ട് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ തൈരും തേങ്ങയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ലേശം വെള്ളം നമ്മൾ പാർന്ന് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട്. ജീരകം പൊടിച്ചതാണ്, അപ്പോൾ അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ചതച്ചെടുക്കുകയാണ്. ഓക്കെ, ഇതിലുള്ള മാങ്ങയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരച്ച്, നല്ല വലിയ ഒരച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അരുവിക്ക്. അപ്പോൾ അവിടെ കടന്ന് വെന്ത് വരട്ടെ. ഇത് കടന്നിട്ട് ഒന്ന് ഇതായി വരട്ടെ. അധികം നമ്മൾ വെള്ളം കൂട്ടാൻ പാടില്ല, അതുകൊണ്ടാണ് ശർക്കര ആ വളച്ചേനെ വെച്ചിട്ട് പുഴുങ്ങണത്. അപ്പോൾ അതിൽ കടന്നിട്ട് മെൽറ്റായി വരും. അപ്പോൾ നമ്മൾ മാങ്ങ ഏകദേശം അങ്ങനെ വെന്ത് വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. വലിയ മാങ്ങയാണ്, അപ്പോൾ അതൊന്ന് നല്ല ആരുള്ള മാങ്ങയാണ്, അതുകൊണ്ട് പിന്നെ വേകണം, നല്ലോണം ഉടഞ്ഞ് വരക്കണം മാങ്ങ ഇതിൽ കടന്നിട്ട് ഇങ്ങനെ വെന്തിക്കണം. അപ്പോൾ ഇത് കടന്നു കഴിഞ്ഞാൽ എല്ലാ മധുരമുള്ള മാങ്ങയാണ്. ശർക്കര കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ ഞാൻ ശർക്കര കൂട്ടുകയാണ്. അപ്പോൾ നല്ലോണം ഉടഞ്ഞു വരണം ഈ മാങ്ങ. അപ്പോൾ നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിക്കൊരു ടേസ്റ്റ് കിട്ടും, നല്ല ടേസ്റ്റാണ്. ചോറിൽ പാർന്ന് കഴിക്കാം, വെറുതെ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ലേശം ഒരു ചക്കര, ഒരു പിഞ്ച്, പിന്നെ ജീരകത്തിൻ്റെ പൊടി കൊടുക്കുകയാണ്. ജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി, കുത്താൻ പാടില്ല. അത് ഞങ്ങളൊന്ന് ഇളക്കി ഇതാക്കണം. അപ്പോൾ അന്ന് കണ്ണു പോകട്ടെ. മാമ്പഴ പുളിശ്ശേരി നമ്മുടെ സെറ്റായി വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ നല്ല ഉരുകി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ, തൈര് ഒക്കെ ചതച്ചത് പാർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം പുളിശ്ശേരി ഇവിടെ ലെവലായിട്ടുണ്ട്. നല്ല പുളിശ്ശേരി. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അവിടെ പറഞ്ഞു കമൻറ്റിലൂടെ പറയും. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതൊന്നും ഈ തേങ്ങ പറഞ്ഞാലേ അപ്പോൾ വല്ലാതെ തിളക്കാൻ പാടില്ല, തള വരുന്നതോട് കൂടി നമ്മൾ നിർത്തണം, ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം പുളിയൊക്കെ പറഞ്ഞാലേ നല്ല തിളച്ചാലെന്ന് വരുന്നു ഇത് ഈ ഒരു ജാതി ഇതായി വരും. അപ്പോൾ തിളക്കാൻ പാടില്ല, ഒന്നുകൂടി നൊര വരുന്നതോട് കൂടി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യണം. കണ്ണ് വിടായി വന്നിട്ടുണ്ട്. അതിൽക്കത് ലേശം കടുക് നല്ലോണം ഇളക്കണം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽക്ക് നമ്മൾ കറിവേപ്പില രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം പൊട്ടിയ തുള്ളി പാർന്ന് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഇവിടെ സെറ്റായിട്ട് ഞാൻ ഉണ്ടാക്കിക്കുന്നത്. അടിപൊളി മാങ്ങ പുളിശ്ശേരിയാണ്. മാങ്ങയുടെ അണ്ടിയൊക്കെയാണ് ഉടഞ്ഞ് വന്ന്